നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വെറുതെ ആവശ്യമില്ലാതെ എടുത്തു ചാടി. ഇനി അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കണം. ചേട്ടൻ മധുരം കൊടുക്കുമോളെ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ചേച്ചി എന്താ പറയാമെന്ന്? എന്തോ ആരോ ചതിച്ചെന്നോ മറ്റോ? അത് ഞാൻ എന്താ ചേച്ചി? സർപ്രൈസ്, നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള സർപ്രൈസ്. ആദ്യം നിന്നെ ഒന്ന് പറ്റിക്കാമെന്ന് കരുതി. അത് ശരി, ഇതൊക്കെ ചേച്ചിയുടെ അറിഞ്ഞുകൊണ്ടായിരുന്നോ? അല്ല, ഇതൊക്കെ അറേഞ്ച് ചെയ്ത ഋതുമോളാ. അതെ, എല്ലാം അറേഞ്ച് ചെയ്തത് ഋതുമോളാ. ഞാൻ ഇതിന്റെ ഒപ്പം കൂടിയേ ഉള്ളൂ. ചേച്ചിയുടെ ഒരു കാര്യം. താങ്ക് യു. എന്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഒരു സർപ്രൈസ് കൂടി. പിറന്നാൾ ആഘോഷമാക്കിയ നിങ്ങൾക്ക് സ്നേഹത്തോടെ എന്റെ നന്ദി. ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. മാഡത്തിനുള്ള കോംപ്ലിമെന്റാ. എനിക്ക് കോംപ്ലിമെന്റ് ഒന്നും വേണ്ട. പിന്നെന്താ വേണ്ട? എനിക്കിതാ അച്ഛൻ കഴിച്ച കേക്കിന്റെ ബാക്കി മതി. വെറുതെ ആവശ്യമില്ലാതെ എടുത്തു ചാടി. ഇനി അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കണം. അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ നീ ചെയ്തത്. അവന്റെ ഒരു കത്തിയും കടാരയും തോക്കും. എടാ എന്താണാ നീ എന്നോട് പറഞ്ഞത്? അവരുടെ കയ്യിൽ ഗണ്ണ് കണ്ടു എന്നല്ലേ? അമ്മേ, ഞാനത് അവര് സംസാരിച്ചതൊക്കെ കേട്ടപ്പോ എനിക്കൊരു അബദ്ധം പറ്റിയതാ അമ്മേ. അബദ്ധം? അടിക്കല്ലേ അമ്മേ. എടാ, മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടരുതെന്ന് ഞാൻ നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഒരു വിധത്തിലാ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പ്രതാപന്റെ മുന്നിൽ നിന്ന് തടി ഉരിയത്. പാതിരാത്രിക്ക് അവന്റെ ഒരു ഗവേഷണം. ക്ഷമിക്കമ്മേ. അവര് പറയുന്നത് അമ്മ കേട്ടിരുന്നെങ്കിൽ അമ്മയ്ക്കും എനിക്ക് പറ്റിയ അബദ്ധേ പറ്റുള്ളൂ. അതിനെ അംബികയുടെ തലയിൽ കളിമണ്ണല്ല, നിനക്ക് ചില സമയത്തെ നിന്റെ അപ്പന്റെ ബുദ്ധിയാ. തലതിരിഞ്ഞ ബുദ്ധി. അവളുടെ ഒരു ബർത്ത്ഡേ കേക്ക്. ഞാനാണെങ്കിൽ പ്രതാപന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമേ മറന്നു. അവസരം മുതലെടുത്ത് അവള് കയറി ഒട്ടിയത് കണ്ടോടാ? കണ്ടു. അമ്മാവനുമായി ബന്ധപ്പെട്ട എല്ലാ നല്ല ദിവസങ്ങളുടെയും ഡേറ്റ് അമ്മ എനിക്കൊന്ന് എഴുതി തരണം. ഇനി മുതല് അവള് ചിന്തിക്കുന്നതിന് മുമ്പ് എനിക്ക് പ്ലാൻ ചെയ്യണം. എന്ത്? അമ്മാവനെ ഞാൻ ഇംപ്രസ് ചെയ്ത് അമ്മയ്ക്ക് കാണിച്ചു തരാം. കൊള്ളാം, ഭയങ്കര ബുദ്ധിയായിപ്പോയി. എടാ, നീ ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് മെനക്കെടാതെ അവളെ എങ്ങനെ പ്രതാപനോട് കൂടുതൽ അടുപ്പിക്കാതെ തടയാൻ പറ്റുമെന്ന് ചിന്തിക്കേ. ഓരോ ദിവസം കഴിയും തോറും അവള് പ്രതാപനോട് കൂടുതൽ അടുത്തോണ്ടിരിക്കുക. അത് പാടില്ല ദീപക്കെ. പ്രതാപന്റെ മനസ്സില് അവളോടുള്ള അലിവ് കൂടി വന്നാ, അവളോട് പ്രതാപന് വാത്സല്യം തോന്നിയാൽ പിന്നെ നമ്മുടെ ഒരു ഉദ്ദേശവും നടക്കില്ല. അവര് തമ്മിൽ ഒരിക്കലും അടുക്കാൻ പാടില്ല. സോറി അമ്മേ, ഞാൻ എന്റെ എടുത്തുചാട്ടം കുറച്ചോളാം. ഇനി മുതല്
ശരിക്കും ആലോചിച്ച് ഞാൻ സംസാരിക്കൂ, പ്രവർത്തിക്കൂ. സത്യം. അമ്മ വഴക്ക് പറഞ്ഞത് നിനക്ക് വിഷമായോടാ? വിഷമിക്കണ്ട. അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഇതൊക്കെ പറയുന്നേ. മോൻ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ. രാവിലെ നേരത്തെ ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് ശാന്തമായ ഒരിടത്തിരുന്ന് അവളെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കാമെന്ന് ആലോചിക്കേ. ശരി അമ്മേ. നമസ്കാരം വർമ്മ സാറേ. നമസ്കാരം. വർമ്മ സാറിന്റെ പിറന്നാൾ ദിവസമാണല്ലോ ഇന്ന്. പിറന്നാൾ ആശംസകൾ. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇവിടെ നടക്കുന്ന നേർച്ചയ്ക്ക് ഒരു കുറവും വരില്ല കേട്ടോ. ആരാ ചേച്ചി അയാള്? ഇതിനു മുമ്പ് കണ്ട ഒരു പരിചയമില്ലല്ലോ. എന്ത് നേർച്ചയുടെ കാര്യം അയാൾ പറഞ്ഞിട്ട് പോയത്? നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നേർച്ചകളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും പ്രതാപ. ചിലപ്പോ നിനക്ക് വെറുപ്പുള്ളവരും ആകാം. ഇന്ന് പിറന്നാൾ ദിവസമല്ലേ. കാര്യസാധ്യത്തിന് വേണ്ടി നിന്നെ പ്രീതിപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നതും ആവാം. ദേ, നീ വാ, സമയം കളയാതെ നമുക്ക് പോയി തൊഴാം. വാ. ദൈവമേ, ഇന്നെന്റെ അച്ഛന്റെ പിറന്നാൾ ദിവസം. സർവ്വ ഐശ്വര്യങ്ങളും അച്ഛനുണ്ടാവണേ. എല്ലാ ആപത്തുകളിൽ നിന്നും എന്റെ അച്ഛനെ കാത്തു രക്ഷിച്ച് നീ കാവലായിരിക്കണേ. പ്രതാപ, ഈ കൊല്ലവും വിജയങ്ങൾ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂ എന്ന് നീ വ്യാമോഹിക്കണ്ട. ഇന്ന് നിന്റെ പിറന്നാളാണ്. നീ പ്രാർത്ഥിക്കേ. പക്ഷേ നീയും നിന്റെ മകളും എത്ര പ്രാർത്ഥിച്ചാലും ഇനി വരാൻ പോകുന്നത് നിന്റെ തകർച്ചയുടെ കാലമായിരിക്കും. ഈ അംബികയുടെ ഉയർച്ചയുടെയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.